അന്യായവും ചതിയും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഒത്തുചേർന്ന ഒരു കൊലപാതകം. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും യുവ വ്യവസായി കേതൻ അഗർവാളിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന് പിന്നിലെ ഞെട്ടിക്കുന്ന ഗൂഢാലോചന വെളിച്ചത്താവുകയാണ്. കേവലം ഒരു അപകട മരണമാണെന്ന് കരുതിയ സംഭവം ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതെങ്ങനെ എന്ന് നമുക്ക് നോക്കാം. മഹാരാഷ്ട്രയിലെ പൂനെയിൽ യുവ വ്യവസായി കേതൻ അഗർവാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സിയ ഗോയലും ചേതൻ ചൗധരിയും തമ്മിലുള്ള യാത്രാ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിന് ആഴ്ചകൾക്ക് മുമ്പ് സിയയും ചേതനും ഉദയ്പൂരിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഒരു യാത്രാ സംഘത്തോടൊപ്പമാണ് ഇരുവരും യാത്ര ചെയ്തതെന്നും കുറച്ചു ദിവസങ്ങൾ ഇവർ അവിടെ ഒന്നിച്ചു താമസിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി യാത്രയുടെ ഓരോ വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് 34 മിനിറ്റ് മുമ്പ് സിയ ചേതനെ ഫോൺ ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയിലൂടെയാണ് ഈ കാര്യം തെളിഞ്ഞിരിക്കുന്നത്. ഇതിനെ ഗൂഢാലോചനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അന്വേഷണ സംഘം കണ്ടിരിക്കുന്നു. കോട്ടയിലെ മറ്റു സഞ്ചാരികൾ ആരുമില്ലാത്ത വ്യൂ പോയിന്റ് ചേതൻ സിയയ്ക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നത്രേ. ഇതുപ്രകാരം സിയ കേതനെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതക ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ സിയയും ചേതനും തങ്ങളുടെ ഫോണുകളിൽ കഴിഞ്ഞ 3 മാസത്തെ ചാറ്റുകളും വോയിസ് നോട്ടുകളും ഡിലീറ്റ് ചെയ്യുകയായിരുന്നത്രേ. ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ സൈബർ വിഭാഗം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് തുടങ്ങിയവ പരിശോധിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ ഒരിക്കലും കേതൻ അഗർവാളിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് ചോദ്യം ചെയ്യലിനിടെ സിയ പോലീസിനോട് പറഞ്ഞു. കേതൻ കൊല്ലപ്പെട്ടാൽ മറ്റൊരു വിവാഹത്തിന് ചുരുങ്ങിയത് 3 വർഷമെങ്കിലും എടുക്കുമെന്ന് സിയ വിശ്വസിച്ചിരുന്നു. ഈ സമയം കൊണ്ട് ചേതനെ വിവാഹം കഴിക്കാമെന്നാണ് സിയ കരുതിയിരുന്നത്. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം കാമുകനോടൊപ്പം ജീവിക്കുന്നത് തങ്ങൾക്ക് രണ്ടുപേർക്കും മാനക്കേടുണ്ടാക്കുമെന്ന് ചേതനും സിയയും ഭയപ്പെട്ടിരുന്നു. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ഷോപ്പിങ്ങിന് ആവശ്യമാണെന്ന് പറഞ്ഞ് സിയ കേതനിൽ നിന്ന് പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പണം യഥാർത്ഥത്തിൽ കാമുകനായ ചേതന് നൽകിയതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഷോപ്പിങ്ങിനായി സിയ വാങ്ങിയത് കുറച്ചൊന്നുമല്ല, 1 കോടി രൂപയാണ്. ഇത് നേരിട്ട് ചേതന് അവൾ തന്നെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കരിയർ കെട്ടിപ്പടുക്കാനും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ചേതൻ ഈ പണം ഉപയോഗിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കുറഞ്ഞത് 3 വർഷമെങ്കിലും എടുക്കുമെന്നും അതിനുശേഷം ഒന്നിക്കാമെന്നും ചേതൻ സിയയെ വിശ്വസിപ്പിച്ചിരുന്നുവത്രേ. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കേതൻ്റെ മരണശേഷം മറ്റൊരു വിവാഹത്തിന് 3 വർഷമെങ്കിലും സമയമെടുക്കുമെന്ന് കണക്കുകൂട്ടലിലായിരുന്നു സിയ എന്ന കൊലയാളി. ഈ സമയത്തിനുള്ളിൽ സിയയുടെ കുടുംബത്തോട് വിവാഹകാര്യം സംസാരിക്കാൻ ചേതനും പ്ലാനിട്ടിരുന്നു. വീട്ടുകാരുടെ അനുവാദം ലഭിച്ചതിനു ശേഷം ഇരുവരുടെയും വിവാഹം സാധാരണ രീതിയിൽ നടത്താനായിരുന്നു ഇവർ രണ്ടുപേരും പ്ലാനിട്ടിരുന്നത്. തുടക്കത്തിൽ അപകട മരണമെന്ന് കരുതിയിരുന്ന ഈ സംഭവം കേതൻ്റെ സഹോദരിക്ക് സിയയുടെ പെരുമാറ്റത്തിൽ തോന്നിയ സംശയത്തെ തുടർന്നാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. ലോഹ്ഗാഡ് കോട്ടയിൽ നിന്ന് കേതനെ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ സിയ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3300 അടി ഉയരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. മെയ് 31-ന് സിയയും കേതനും ഈ കോട്ട സന്ദർശിച്ചിരുന്നു. തുടർന്ന് ജൂൺ 4-ന് വീണ്ടും ഇവിടെ വരാൻ സിയ കേതനെ നിർബന്ധിച്ചെങ്കിലും കേതൻ്റെ അമ്മ സമ്മതിക്കാത്തതിനാൽ അന്ന് ആ സന്ദർശനം നടന്നില്ല. ശേഷം ജൂൺ 14-ന് ഇവിടെ എത്തിയപ്പോൾ സിയ കേതനെ തള്ളിയിട്ടുവെങ്കിലും ഒരു കുറ്റിച്ചെടിയിൽ പിടിമുറുക്കിയാണ് കേതൻ അന്ന് രക്ഷപ്പെട്ടത്. എന്തിനാണ് നീ എന്നെ തള്ളിയിട്ടതെന്ന ചോദ്യത്തിന് പാമ്പിനെ കണ്ടു പേടിച്ചിട്ടായിരുന്നുവത്രേ സിയയുടെ മറുപടി. പ്രതികളിലേക്ക് എത്തിച്ചേരാൻ പോലീസിനെ സഹായിച്ചത് CCTV ദൃശ്യങ്ങളായിരുന്നു. കേതൻ്റെയും സിയയുടെയും പിന്നിലായി ഹൂഡി ധരിച്ച് തലയിൽ ഹെഡ്സെറ്റുമായി ഒരാൾ. ഈ വ്യക്തി ചേതനായിരുന്നു, സിയയുടെ കാമുകൻ.
ഒരിടത്തു വെച്ച് സിയ ഇയാളെ തിരിഞ്ഞു നോക്കുന്നതും പോലീസ് കണ്ടിരുന്നു. 33 ഡിഗ്രി ചൂടുള്ള സമയത്ത് ഹൂഡി ധരിച്ചു വന്നത് പോലീസിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലാവുകയായിരുന്നു. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഡയറക്ടറും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായിരുന്നു കേതൻ. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു സിയയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹ നിശ്ചയം. ഉദയ്പൂരിൽ വെച്ച് വലിയ ആഡംബരത്തോടെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിവാഹത്തിനായി അവർ ഒരു കൊട്ടാരം വരെ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ സിയയ്ക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സിയയും ചേതനും ചേർന്ന് കേതനെ തങ്ങളുടെ ബന്ധത്തിലെ ഒരു പ്രതിബന്ധമായാണ് കണ്ടിരുന്നത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. കേതൻ്റെ പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനൊപ്പം സിയയും ചേതനും തമ്മിൽ ബന്ധം തുടരുകയായിരുന്നു. ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ, വോയിസ് നോട്ടുകൾ, പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ എന്നിവയാണ് കേസിലെ പ്രധാന ഫോറൻസിക് തെളിവുകൾ. പാമ്പിനെ കണ്ടു എന്ന വ്യാജേന ലോഹഗഡ് കോട്ടയിൽ വെച്ച് നേരത്തെയും പ്രതികൾ കേതനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമാണ്. പ്രണയവും ചതിയും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഒത്തുചേർന്ന ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. തികച്ചും ആസൂത്രിതമായ ഈ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചന പോലീസ് പുറത്തു കണ്ടുവരുമെന്ന് വിശ്വസിക്കാം. വിവാഹത്തിന് തൊട്ടു മുമ്പുള്ള ഈ ക്രൂരകൃത്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? കമൻറ്റ് ചെയ്യൂ.